ദൈവവിശ്വാസിയാണോ? ഉറപ്പായും. ഉറപ്പായിട്ട്. ഞാൻ ഒരു ഇന്റർവ്യൂലും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല. അതുകൊണ്ടപ്പോ എനിക്ക് സാറിനോട് ഒരു ചോദിക്കണം. ക്രൈസ്തവ വിശ്വാസിയാണ്. അതെ. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നതല്ല. ആ. അങ്ങനത്തെ ആചാരങ്ങളെക്കാൾ കൂടുതലായി ഞാനൊരു ഈശ്വര വിശ്വാസി. നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി അല്ലെങ്കിൽ ആ പോസിറ്റീവ് എനർജിന്റെ ശക്തി എപ്പോഴും ബിസിനസ്സിൽ വേണം എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണോ? വേണം. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അല്ലെ. അതെ അതെ. നമ്മൾ പണ്ട് കേക്കർനാര് മുഖ്യമന്ത്രി അദ്ദേഹം എല്ലാം ഒന്നാം തീയതി ഗുരുവായൂർ പോകും. അതെ. വേണമെങ്കിൽ അതിന് വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് പുറത്തുനിന്ന് അദ്ദേഹത്തെ കളിയാക്കാം. ഉം. ചിലപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ നിന്ന്, ചിലപ്പോൾ ദുബായിൽ നിന്ന്, പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് വരെ പുള്ളി ഒന്നാം തീയതി എത്താൻ വേണ്ടി ഷെഡ്യൂൾ ചെയ്യും. അതെ അതെ. അപ്പൊ നമുക്ക് വേണേൽ ചോദിക്കാം, അത് വേറെ പണി, രണ്ടാം തീയതി പോയപ്പോരെന്ന് വേണേൽ ചോദിക്കാം. ചോദിക്കാം. പക്ഷെ ആ മനുഷ്യൻ ഒന്നാം തീയതി അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതിനെ നമുക്ക് എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിച്ചു. അതെ. ആ ഒരു എനർജി അടുത്ത ഒന്നാം തീയതി വരെ അദ്ദേഹത്തെ എവിടെയൊക്കെയോ നയിക്കുന്നുണ്ട്. അതെ. എവിടെയൊക്കെയോ ഏത് വീഴ്ചയും തളർച്ചയും അദ്ദേഹത്തിന് ഒരു ശക്തിയായി നിൽക്കുന്നത് ആ ഒരു ദർശനമായിരിക്കും. അതെ. അപ്പൊ അത് ഓരോ മനുഷ്യനാണ് തീരുമാനിക്കുന്നത്. എനിക്ക് എന്താണോ പോസിറ്റീവ് തരുന്നത്, എനിക്ക് എന്താണോ ധൈര്യം തരുന്നത്, അതിന് ഏത് തരത്തിലുള്ള വിശ്വാസം വേണം, അല്ല വിശ്വാസം ഇല്ലായ്മയാണോ, ഏത് തരത്തിലുള്ള ചിന്ത വേണം അവനവൻ തീരുമാനിക്കണം. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. ഞാൻ എൻ്റെ എല്ലാ ബിസിനസിന്റെ കാര്യങ്ങളും ഞാൻ ഈശ്വരനെ ചിന്തിച്ചും ആലോചിച്ചും എനിക്ക് അറിയില്ലാത്തതിനെ കുറിച്ച് ഞാൻ ചിലപ്പോൾ വെറുതെ ഇരുന്ന് ചോദിക്കുകയൊക്കെ ചെയ്യും. വേണമെങ്കിൽ വേറെ ആൾക്ക് ഇത് കേൾക്കുമ്പോ ഇവരെന്ത് മണ്ടനാന്ന് വേണം ചോദിക്കാം. അത് ആർക്കും എന്തും പറയാം. ഇത് എന്റെ പോസിറ്റീവാണ്, എന്റെ പവറാണ്, ഞാൻ തീരുമാനിക്കും.